IFPHന്റെ 1565-ാം പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ നസറുള്ള ഡോക്ടറാണ്. ചീഫ് മെഡിക്കൽ ഓഫീസറായി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഡോക്ടർക്ക് 41 വർഷത്തെ ചികിത്സാ പരിചയമുണ്ട്. തൃശൂർ ജില്ലയിലെ ISKയുടെ മുതിർന്ന നേതാവ്, KGHMOയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ നടത്താറുണ്ട്. നമുക്കും ഇതിനോടകം വളരെയധികം വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ എടുത്തു തന്നിട്ടുള്ള ഡോക്ടർ ഇന്ന് നെഞ്ചരിച്ചിൽ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് ആരംഭിക്കുന്നതിനായി നസറുള്ള ഡോക്ടറെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഗുഡ് ഈവനിങ്. കേൾക്കാമോ? കേൾക്കാം. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടത്തിയ കുറച്ചുകൂടെ ക്ലിയർ ആവും. കുഴപ്പമുണ്ടോ? കേൾക്കാം. കേൾക്കാം. നമ്മളുടെ സബ്ജക്റ്റ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചിരിക്കൽ അഥവാ GERD ആണ്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഓരോ വർഷവും GERD രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. മാത്രമല്ല GERD കൊണ്ടുണ്ടാവുന്ന കുറച്ചുകൂടെ ക്ലിയർ ആക്കിയതാണ് സൗണ്ട്. ക്ലിയർ ആയോ? കുറച്ചുകൂടെ. അപ്പോ GERD ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ GERD കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് കിടക്കാൻ പോകുന്നത്. ലേറ്റ് ആയിട്ട് കിടക്കാൻ പോകുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണവും വളരെയധികം വൈകിയാണ് കഴിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനമായ കാരണവും അത് തന്നെയാണ്. ലേറ്റ് ഫുഡ് ആൻഡ് വെരി ലേറ്റ് ടു ഗോ ടു ബെഡ്. അപ്പൊ ഞാൻ പേഷ്യൻസിനോട് ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് കിടക്കുന്നതെന്ന് ചോദിക്കും. രാത്രി ഒരു 10-11 മണിയാവും. ഭക്ഷണം എപ്പോൾ കഴിക്കും? ഭക്ഷണം ഒരു 10:30 അല്ലെങ്കിൽ 10 മണി 10:30 ആകുമ്പോൾ കഴിക്കും. അത് തന്നെയാണ് നിങ്ങളുടെ രോഗത്തിന്റെ കാരണം. അപ്പൊ അവരോട് ചോദിക്കുന്ന ഭാഷയിൽ തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? പലരും പല ഉത്തരങ്ങളാണ് പറയുന്നതെങ്കിലും ശരിയായ ഉത്തരം എനർജി കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന ആൾക്ക് എനർജി എന്തിനാണ് കാര്യമായിട്ട് എനർജി ആവശ്യം? ഒന്നുമില്ല, റെസ്റ്റാണ്, പരിപൂർണ വിശ്രമമാണ്. അയാൾക്ക് ശ്വസിക്കാനും ഹൃദയമിടിക്കാനുമുള്ള എനർജി വേണം. ഈ രണ്ട് കാര്യത്തിനുള്ള എനർജി കിട്ടാൻ ഒരു ആപ്പിളിന്റെ പകുതി കഴിച്ചാൽ പോലും അതിനുള്ള എനർജി അവർക്ക് ലഭിക്കും. അപ്പോൾ രാത്രി ഹെവി ഫുഡ്, ഫ്രൈഡ് ആയിട്ടുള്ളതും ചിക്കനും മട്ടനും ബീഫും എല്ലാം രാത്രി കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യത്തിലധികം എനർജി അവർക്ക് കിട്ടും. ഈ എനർജി അവരുടെ ശരീരത്തിൽ പൊണ്ണത്തടി ഉണ്ടാക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡ് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്ത് എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എനർജി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് ഫോം ചെയ്ത് ബോഡിയിൽ ഒബിസിറ്റി ഉണ്ടാക്കും. ഒബിസിറ്റി പോലും GERDയുടെ ഒരു പ്രധാന കാരണത്തിൽ വരുന്നു. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കിലുള്ള കണ്ടൻസ് ഈസോഫാഗസിലേക്ക് തിരിച്ചു കയറും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്ക് പോകും. അതിനെ കടത്തിവിടുന്ന സ്ഫിങ്ക്റ്റർ ഈസോഫാഗസ് എന്ന് പറയുന്ന ആ മസിലാണ് ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ഫുഡ് കടത്തിവിടുന്നത്. ഇതിന് വിപരീതമായി സ്റ്റൊമക്കിലുള്ള കണ്ടൻസിനെ ഈസോഫാഗസിലേക്ക് തിരിച്ചു കയറുന്ന അവസ്ഥ സംജാതമാകുന്നത് കൊണ്ടാണ്
GERD എന്ന് അതിന് പേര് വരാൻ കാരണം. അങ്ങനെ സ്റ്റൊമക്കിന്റെ ഉള്ളിലുള്ള കണ്ടൻസ് ഈസോഫാഗസിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞാൽ അത് ഈസോഫാഗൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ്, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ, ലാരിഞ്ചൈറ്റിസ് തുടങ്ങിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ വീണ്ടും പറയാണ്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളില് ഒരു മെമ്പറൈൻ ഉണ്ട്. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് പാകം ചെയ്തതായാലും പാകം ചെയ്യാതെ ആണെങ്കിലും, അത് വെജിറ്റബിൾ ആയാലും നോൺ വെജ് ആയാലും വയറിന്റെ ഉള്ളിൽ വെച്ച് അത് ഡൈജസ്റ്റ് ചെയ്യും. വയറ്റിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിലെ പ്രധാന കണ്ടന്റ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, സ്ട്രോങ് ആസിഡാണ്. ഒരു പിപ്പറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ട്യൂബ് കടത്തി ഈ ആസിഡ് നമ്മൾ എടുത്തിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഒഴിച്ചു വെച്ചിട്ട് നമ്മളുടെ കൈ അതിൽ 2 മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ വിരൽ ബേൺ ചെയ്തു പോകും. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഈ ആസിഡ് സ്റ്റൊമക്കിന്റെ ഉള്ളില് സ്റ്റൊമക്കിന് യാതൊരു ഡാമേജും വരുത്താതെ അത് അവിടെ നിലനിൽക്കുകയും ദഹിപ്പിക്കുകയും കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഭക്ഷണം പാചകം ചെയ്താണ് അല്ലെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണം, മീറ്റ് നമ്മൾ പച്ചക്ക് കഴിച്ചാൽ പോലും ആ പച്ചയായിട്ട് കുക്ക് ചെയ്യാത്ത ഭക്ഷണം വയറിന്റെ ഉള്ളിൽ വെച്ച് ദഹിക്കും. പക്ഷെ നമ്മൾ അതൊന്നും ഇല്ലാതെ ഒരു ആടിന്റെയോ ബീഫിന്റെയോ പണ്ടം എന്ന് നാട്ടിൽ പറയുന്ന സ്റ്റൊമക്ക് കഴിച്ചാൽ ആ സ്റ്റൊമക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ദഹിച്ചു പോകും. ഞാൻ അത് ഒരാളെ കഴിക്കില്ല എങ്കിലും നമുക്ക് ഒരു മനുഷ്യന്റെ സ്റ്റൊമക്കാണ് ഒരാൾ കഴിക്കുന്നതെങ്കിൽ ആ സ്റ്റൊമക്ക് നമ്മളുടെ ആമാശയത്തിന്റെ ഉള്ളിൽ വെച്ച് ദഹിച്ചു പോകും. പക്ഷെ എത്രയൊക്കെ ആയാലും ഒരാൾ 80-90 വർഷം ജീവിച്ചാലും ആ സ്റ്റൊമക്കിന് ദഹനമൊന്നും സംഭവിക്കുന്നില്ല. ആ സ്റ്റൊമക്കിലേക്ക് ഇല്ലെന്ന് മറ്റ് സ്റ്റൊമക്കുകൾ ദഹിച്ചു പോകും. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവവിശ്വാസികളായിട്ടുള്ള ഡോക്ടർമാര് ദൈവത്തിന്റെ മഹത്വമായിട്ട് എടുത്തു പറയാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു ഉദാഹരണമാണ്. പക്ഷെ ഈ സ്റ്റൊമക്കിനുള്ള ഈ പ്രോപ്പർട്ടി ഈസോഫാഗസിന്റെ ഇൻസൈഡിൽ ഇല്ല. അപ്പോൾ തിരിച്ച് സ്റ്റൊമക്കിൽ നിന്ന് റീഗർജിറ്റേറ്റ് ചെയ്ത് ഈസോഫാഗസിലേക്ക് കയറി വരുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് ഉൾപ്പെടെയുള്ള സ്റ്റൊമക് കണ്ടന്റ് ഈസോഫാഗസിന്റെ ഉള്ളില് ഈസോഫാഗൈറ്റിസും അവിടുന്ന് മുകളിലേക്ക് കയറി വന്ന അതിന്റെ ഫ്യൂംസ് അടക്കം കയറി വന്ന ഫാരിങ്സിനും ലാരിങ്സിനും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് മുഴുവനും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈവൻ വായിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വായില് ക്ലോസൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ്, ഫൗൾ സ്മെല്ലിങ്, ഈവൻ പല്ല് വരെ ഡീക്കേഡ് ആയിട്ട് പോകും. വളരെ രാത്രി ഉറക്കത്തിൽ വളരെ പുളിപ്പോട് കൂടിയ അല്ലെങ്കിൽ കയ്പ് ടേസ്റ്റോട് കൂടിയ ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ് സ്റ്റൊമക്കിലേക്ക് കയറി വരുന്നതാണ് ഈ GERD. ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന സിംറ്റംസ്, ഒന്ന് പേഷ്യന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സിംറ്റം ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചില്. നമ്മൾ റെക്കോർഡിൽ ഹാർട്ട് ബേൺ എഴുതുമ്പോൾ പേഷ്യന്റ് പേടിക്കും, ഹാർട്ട് കംപ്ലൈന്റ് ആണോ എന്ന് നമ്മൾ. പക്ഷെ ഹാർട്ട് ബേൺ നെഞ്ചരിച്ചിൽ നിന്ന് മാത്രമുള്ള ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്. ഫയറി ഫീലിംഗ് ഇൻ ദ ചെസ്റ്റ് ആണ് പേഷ്യന്റ് സാധാരണ നെഞ്ചില് തീ കത്തിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ സിംറ്റം റീഗർജിറ്റേഷൻ ഓഫ് സവർ ഓർ ബിറ്റർ ലിക്വിഡ് ടു ത്രോട്ട് ഓർ മൗത്ത്. കയ്പ് രസത്തോടു കൂടിയോ പുളിപ്പ് രസത്തോടു കൂടിയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ വിധത്തിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് തൊണ്ടയിലേക്കും വായിലേക്കും കയറി വരുന്നു. മൂന്നാമത് ബേണിംഗ് ഇൻ ചെസ്റ്റ് പെയിൻ, മിഡിൽ ഓഫ് ചെസ്റ്റ് ആൻഡ് റേഡിയേറ്റ് ടു ബാക്ക്. GERDയുടെ പെയിൻ സാധാരണഗതിയിൽ അനുഭവപ്പെടുന്നത് ചേണത്തിനോട് ചേർന്നാണ്. ചേണത്തിന്റെ തൊട്ട് പുറകില് അല്ലെങ്കിൽ അല്പം ലാറ്ററലായിട്ട് വരാം.
പിന്നെ വരുന്ന സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ഫാജിയ, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കാൻ തുടങ്ങും. പിന്നെ എറ്റിപ്പിക്കൽ റിഫ്ലക്സ് സിംറ്റംസ് ആയിട്ട് റിലേറ്റിംഗ് ടു ത്രോട്ട്, ലാരിങ്സ്, ലങ്സ്, അങ്ങനെ ആയി വരുമ്പോൾ സോർ ത്രോട്ട് ഉണ്ടാവും, തൊണ്ടകാറില് ചുമ ഉണ്ടാവും, പ്രൊഫ്യൂസ് സലൈവേഷൻ, സ്റ്റൊമക്കിലേക്ക് കയറി സ്റ്റൊമറ്റൈറ്റിസ് ഉണ്ടാക്കിയിട്ട് വായിലേക്ക് കയറി വന്ന സ്റ്റൊമറ്റൈറ്റിസ്, ക്ലോസൈറ്റിസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഫ്യൂസ് സലൈവേഷൻ ആവും. ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് വരും. ചിലർക്ക് അഫോണിയ, കംപ്ലീറ്റ് ലോസ് ഓഫ് വോയിസ് പിടിപെടാം. വിട്ടുമാറാത്ത ചുമ നീണ്ടേക്കാം. ചില ആളുകൾക്ക് ആസ്മയുള്ളവരെ സംബന്ധിച്ച് ആസ്മ ട്രിഗർ ചെയ്യാം, കൂടാം. ഇത് ആസ്മ ഇല്ലാത്ത ആളുകൾക്ക് ഈ GRD ആസ്മ ഒരു കാരണമായി മാറും. സാധാരണ ഇതിൽ അലോപ്പതി ഡോക്ടർമാർ പറഞ്ഞ ഇത് തനിയെ പോകില്ല, മാറിപ്പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പെർമനന്റ് ക്യൂർ കിട്ടാറില്ല. അന്റാസിഡ്സ് അവർ കൊടുക്കും. നമ്മുടെ സ്റ്റൊമക്കിന് ഒരു അസിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് കൊണ്ടാണ് ഗ്യാസ്ട്രിക് അസിഡിറ്റി കൂടുന്നത്. അവിടെ ഒരു അന്റാസിഡ് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആസിഡ് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഫെർമെന്റേഷൻ നടക്കും. ഫെർമെന്റേഷൻ നടന്നാൽ ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഈ ഗ്യാസ് പ്രൊഡക്ഷന്റെ പ്രഷർ കൊണ്ട് സ്ഫിങ്ക്റ്റർ ഈസോഫാഗസിൽ അവിടെ തുറക്കുകയും അത് സ്റ്റൊമക്കിലുള്ള ഫുഡിനെ തള്ളി ഈസോഫാഗസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഫെർമെന്റേഷൻ നടക്കുന്നത് അസിഡിറ്റി കൂടിയിട്ടാണ്. അവർ കൊടുക്കുന്നത് ആൽക്കലൈൻ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് ആണ്. ഒരു ആൽക്കലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റൊമക്കിലുള്ള ആസിഡ് ന്യൂട്രലൈസ് ചെയ്യപ്പെടുമെങ്കിലും താൽക്കാലികമായിട്ട് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒരു ടെൻഡൻസി ഉണ്ട് കൂടുതൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആസിഡ് വീണ്ടും സ്റ്റൊമക്കിന്റെ ഉള്ളിൽ സെക്രീറ്റ് ചെയ്യപ്പെടും. അസിഡിറ്റി കൂടി വരും. കൂടുതൽ കഴിയുമ്പോൾ ഈ ഗ്യാസ്ട്രിക് അസിഡിറ്റി പിന്നീട് ഗ്യാസ്ട്രിക് അൾസറേഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ഡിയോഡിനൽ അൾസർ ഫോം ചെയ്യാൻ കാരണമാകും. ഇതിന് അലോപ്പതിയിൽ അവര് പറഞ്ഞ ഒരു പെർമനന്റ് ക്യൂർ ഇല്ല, താൽക്കാലികമായ സിംറ്റമാറ്റിക് റിലീഫ് കൊടുക്കാൻ മാത്രം പറ്റുള്ളൂ. പിന്നെ അവരിപ്പോ ചെയ്യുന്ന ലിങ്സ് പ്രൊസീജിയർ എന്ന് പറയുന്ന LINX, അതൊരു ഡിവൈസാണ്. ഈസോഫാഗസിന്റെ ലോവർ പാർട്ടിൽ ഈ ഡിവൈസ് പിടിപ്പിക്കുന്ന പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ ആണ് ഇപ്പോ അവർ സക്സസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി. LINX, ലിങ്സ് പ്രൊസീജിയർ അഥവാ ലിങ്സ് ഡിവൈസ് സർജിക്കലി ഇംപ്ലാന്റ് ചെയ്ത് ലോവർ പാർട്ട് ഓഫ് ദ ഈസോഫാഗസിൽ വെക്കും. ഇതിന്റെ ഏറ്റവും ചെറിയ ചെലവ് എന്ന് പറയുന്നത് അറൗണ്ട് 10 lakhs ആണ്. അത് 13 ലക്ഷം രൂപ വരെ ചില ഹോസ്പിറ്റലുകാർ മേടിക്കുന്നുണ്ട്. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലിങ്സ് പ്രൊസീജിയർ ആണ്. അതിന് പെർമനന്റ് ക്യൂർ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് മോഡേൺ വൈദ്യശാസ്ത്രത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മരുന്നുകൾ പലതും ഇഷ്ടമാതിരി മരുന്നുകളുണ്ട്. അതിൽ പല മരുന്നും ആസിഡ് ബേസ്ഡ് ആണ്. അപ്പോൾ ആസിഡിനെ ആസിഡ് കൊണ്ട് തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അസിഡിറ്റി കുറഞ്ഞു വരും. സമേന ശാന്തി എന്ന് പറയുന്ന പോലെ ആസിഡിക് മെഡിസിൻസ് തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് സ്റ്റൊമക്കിലെ അസിഡിറ്റി കുറഞ്ഞു വരാൻ നമുക്ക് എളുപ്പമാകുന്നത്. പിന്നെ അതിന്റെ ഡയഗ്നോസിസ് നമുക്ക് കേസ് ടേക്കിങ്ങിൽ തന്നെ, ഫിസിക്കൽ എക്സാമിനേഷനിൽ തന്നെ സിംറ്റംസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ GERD ആണോ മറ്റെന്തെങ്കിലും, ഇപ്പൊ ഹാർട്ട് ബേൺ വരുന്നത് ചിലപ്പോൾ കാർഡിയാക് പ്രോബ്ലം കൊണ്ട് വരാം, അല്ലെങ്കിൽ മസിൽ പെയിൻ വരാം, മയാൾജിയ വരാം, നെർവിന്റെ പെയിൻ വരാം. ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് സിംറ്റം ബേസിൽ കേസ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫർദർ ടെസ്റ്റിലേക്ക് പോവാം. അത് ഫർദർ ടെസ്റ്റ് വേണ്ടി വരുന്നത് സിംറ്റംസ് ആർ എറ്റിപ്പിക്കൽ ആണെങ്കിൽ, നമുക്കൊരു ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിലേക്ക് പോകേണ്ടതുള്ളൂ.
സിവിയറിറ്റി ഓഫ് റിഫ്ലക്സ് കൺസേൺസ് അബൌട്ട് ഈസോഫാജിയൽ ഡാമേജ്. അങ്ങനെ സിവിയർ ആയിട്ടുള്ള റിഫ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈസോഫാഗസ് ആണ് ഡാമേജ് ആവുക. അതിന്റെ കാരണം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ തന്നെ ഇഫ് നോട്ട് ഗെറ്റിംഗ് റിലീഫ് ബൈ ട്രീറ്റ്മെന്റ് ഇന്റേണലി കൊടുക്കുന്ന നമ്മളെ മെഡിസിനോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിലെ ആന്റാസിഡ്സോ കൊടുത്തിട്ട് റിലീഫ് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിക്കണം. അതിൽ ഏറ്റവും നല്ല മെത്തേഡ് അപ്പർ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ ഈസ് ദ ബെസ്റ്റ് ടെസ്റ്റ് ആണ് അപ്പർ എൻഡോസ്കോപ്പി. കാരണം റിഫ്ലക്സ് ഇസോഫേജൈറ്റിസ് റിഫ്ലക്സ് GERD കൊണ്ട് വരുന്നത് ഡിയോഡിനത്തിലോ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോ എല്ലാം കംപ്ലൈന്റ് വരാം. സ്റ്റൊമക്കും അതിന്റെ കാർഡിയാക് ഓറിഫൈസിലും ഡിയോഡിനത്തിലുമാണ് അതിന് കംപ്ലൈന്റ് ഉണ്ടാക്കുക. പിന്നെ വേറൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു വയർലെസ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് 48 അവേഴ്സ് ഒരു ചിപ്പ് അതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് റിഫ്ലക്സ് അതിന്റെ സിവിയറിറ്റിയും അതിന്റെ പ്രോഗ്രസും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിഫ്ലക്സ് ടെസ്റ്റിംഗ് ഉണ്ട്. അത് വയർലെസ് PA ആൻഡ് PH എന്നാണ് ആ ടെസ്റ്റിന് പറയുന്നത്. പിന്നെ വരുന്ന ഈസോഫാജിയൽ മാനോമെട്രി എന്ന് പറഞ്ഞ ഈസോഫാജിയൽ മാനോമെട്രി, അതാണ് വേറൊരു ഇവാലുവേഷൻ ടെസ്റ്റ്. പിന്നെ വരുന്നത് ബേരിയം ഈസോഗ്രാം. ബേരിയം കുടിപ്പിച്ചിട്ട് എക്സ്റേ എടുത്തിട്ട് ഈസോഫാഗസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കും. ഈസോഫാജിയൽ അൾസർ ഫോം ചെയ്തിട്ടുണ്ടോ, ഈസോഫാജിയലിൽ വല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ, വല്ല സ്ട്രക്ചർ ഉണ്ടോ, ഇവ കാര്യങ്ങൾ അറിയാൻ ബേരിയം ഈസോഗ്രാം ചെയ്യും. അപ്പർ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എക്സാം ദ ലൈനിങ് ഓഫ് ഈസോഫാഗസ്, സ്റ്റൊമക്ക് ആൻഡ് ഡിയോഡിനം. അവിടെ വരെ അത് നോക്കിയിട്ട് അതിന്റെ ലൈനിങ് മെംബ്രെയിനിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്ന അപ്പർ എൻഡോസ്കോപ്പി. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ടെസ്റ്റ്. പിന്നെ ഈസോഫാഗസിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ, ഈസോഫാജൈറ്റിസ് ഉണ്ടോ. പിന്നെ വേറൊന്ന് ബാരറ്റ്സ് ഈസോഫാഗസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യും. ബാരറ്റ്സ് ഈസോഫാഗസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റൊമക്ക് ഉള്ളിലുള്ള കണ്ടൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്റ്റൊമക്കിന്റെ ഇന്നർ ലെയറിന് കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റി ഈസോഫാഗസിന്റെ ഇന്നർ ലെയറിന് ഇല്ല. അതുകൊണ്ട് സ്റ്റൊമക്കിലുള്ള കണ്ടന്റ് ഈസോഫാഗസിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞാൽ ഈസോഫാഗസിന്റെ ഇന്നർ സൈഡില് ഒരു സ്യൂഡോ മെംബ്രെയിൻ, സ്റ്റൊമക്കിന്റെ ഉള്ളിലുള്ള പോലത്തെ തന്നെ ഒരു സ്യൂഡോ മെംബ്രെയിൻ ഈസോഫാഗസിന്റെ ഉള്ളിൽ ഫോം ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ബാരറ്റ്സ് ഈസോഫാഗസ്. ഈ ബാരറ്റ്സ് ഈസോഫാഗസ് സിയോ ഈസോഫാഗസ് ആയി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലല്ല, കുറച്ചുള്ളൂ, 2%. പക്ഷെ അത് നമ്മളെപ്പോഴും ഒരു അപകട സൂചനയായിട്ട് കണക്കാക്കണം എന്നാണ്. ബാരറ്റ്സ് ഈസോഫാഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കിന്റെ കണ്ടൻസ് ഈസോഫാഗസിലേക്ക് കയറി വന്നാൽ ഈസോഫാഗസിന്റെ ഉള്ളിലുള്ള സർഫസിൽ ഒരു സ്യൂഡോ മെംബ്രെയിൻ സ്റ്റൊമക്കിന്റെ ഉള്ളിലുള്ളതുപോലെ ഫോം ചെയ്യും. ദാറ്റ് കണ്ടീഷൻ ഈസ് ബാരറ്റ്സ് ഈസോഫാഗസ്. പിന്നെ ഇത് കൂടുന്നതിനുള്ള കാരണങ്ങൾ ഒന്ന് സ്ട്രെസ്, പിന്നെ ലേറ്റ് ആയിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. പിന്നെ ഹെവി ഫുഡ് കഴിക്കുക രാത്രിയിൽ. ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ പോയി കിടക്കുക. ഇത്തരം കാരണങ്ങളാണ് ഈ സ്റ്റൊമക്കില് GERD വരാനുള്ള കാരണങ്ങൾ. ചില ഫുഡുകളും നമുക്ക് GERDക്ക് കാരണമായി മാറുന്നത്. ഒന്ന് ഒനിയൻ. രാത്രി ഇപ്പോൾ മദ്യം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ രാത്രി സവാള, പച്ച സവാള, ഉള്ളി ഒക്കെ കൂടുതൽ കഴിക്കും. രണ്ടും ഉദ്ദേശമാണ്. ഒന്ന് വീട്ടിൽ വന്നാൽ ആൽക്കഹോളിന്റെ സ്മെല്ല് അറിയരുത് എന്നാണ്. പക്ഷെ ഉള്ളിയുടെ സ്മെല്ല് ഉണ്ടെങ്കിൽ വെറുതെ നിന്നാൽ ആൽക്കഹോൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് വിചാരിക്കും. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി, അതും ഇതേപോലെ തന്നെ പലരും കഴിക്കുന്നതാണ്. ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ എന്ന് കരുതി കഴിക്കും. GERDക്ക് ഒരു കാരണമാവുന്ന വെളുത്തുള്ളിയാണ്.
അപ്പൊ വേറെ ചിലർ പറയും നമ്മ അലിയൻ സെറ്റൈവ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പറയും ഡോക്ടർ അലിയൻ സെറ്റൈവ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗ്യാസാണ്, കൂടുതലാണ്, എനിക്കത് പറ്റുന്നില്ല എന്ന് പറയും. അത് ഗാർലിക്കിന് ഈ GRD ഉണ്ടാക്കാനുള്ള ഇതുണ്ട്. പിന്നെ സ്പൈസി ഫുഡ്, എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും GRD വരും. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, മുസമ്പി, ചെറുനാരങ്ങ മുതലായവ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതും, പ്രത്യേകിച്ച് രാത്രിയിൽ ടൊമാറ്റോ, തക്കാളി കഴിക്കുന്നതും, ടൊമാറ്റോ സോസ് കഴിക്കുന്നതും, ക്രീമും ചീസും അത് രാത്രി ഉപയോഗിക്കുന്നതും, പിന്നെ ഫാറ്റി കട്ട്സ് ഓഫ് മീറ്റ്, നെയ്യുള്ള ഇറച്ചി കഷ്ണങ്ങൾ കഴിക്കുന്നത്, ഗ്രീസി ഫ്രൈഡ് ഫുഡ്സ്, നമ്മ ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്ന ഫുഡുകൾ രാത്രി കഴിക്കുന്നത്, ചിപ്സ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ഒരു ഹാബിറ്റാണ് ചിപ്സ് എടുത്ത് കുറെ നേരം കഴിക്കും. ചോക്ലേറ്റ് കഴിച്ചാലും GRD വരും. കോഫി കഴിക്കുന്നതും GRD ഉണ്ട്. ആൽക്കഹോൾ കഴിക്കുന്നതും, ഫിസി ഡ്രിങ്ക്സ്, അതായത് കോള, പെപ്സി പോലത്തെ ഫിസി ഡ്രിങ്ക്സ് കഴിക്കുന്നത്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ പോലത്തെ സോഡ, കാർബൺ ഡയോക്സൈഡ് അടിച്ചു കയറ്റിയിട്ടുള്ള ഡ്രിങ്ക്സ്, അതിപ്പോ നമ്മുടെ കോളയിലും പെപ്സിയിലും സോഡയിലും ഒക്കെ ഈ ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് അതെല്ലാം. പിന്നെ നോൺ സ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, NSAID എന്ന് പറയുന്നത്, ചില ആന്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ, അനാൾജസിക്സ്, വേദന കുറക്കാനുള്ള മെർത്താല്, അതേപോലെയുള്ള ആസ്പിരിൻ ഗുളികൾ കഴിച്ചു കഴിഞ്ഞാൽ, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിച്ചു കഴിഞ്ഞാലും, പിന്നെ അയൺ ക്യാപ്സൂള് അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് കഴിച്ചാൽ, അല്ലെങ്കിൽ അയൺ ടോണിക്കുകൾ കഴിച്ചു കഴിഞ്ഞാലും, ഇതെല്ലാം നമുക്ക് അസിഡിറ്റി കൂട്ടും. അപ്പൊ ഇതെല്ലാം പാടില്ല എന്ന് പറഞ്ഞ സാധനങ്ങളാണ്: ഒനിയൻ, ഗാർലിക്, സ്പൈസി ഫുഡ്, സിട്രസ് ഫ്രൂട്ട്സ്, ടൊമാറ്റോ, ടൊമാറ്റോ സോസ്, ക്രീം, ചീസ്, ഫാറ്റി കട്ട്സ് മീറ്റ്, ഗ്രീസി ആൻഡ് ഫ്രൈഡ് ഫുഡ്സ്, ചിപ്സ്, ചോക്ലേറ്റ്, കോഫി, ആൽക്കഹോൾ, ഫിസി ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, മെഡിസിൻസ് ലൈക്ക് NSAIDs, ആന്റിബയോട്ടിക്സ്, അനാൾജസിക്സ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അയൺ കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾക്ക് GRD കൂട്ടും. ഇനി നല്ലത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഡ്, ഏറ്റവും നല്ല വാക്കിങ്ങും ജോഗിങ്ങും വളരെ നല്ലതാണ്. പിന്നെ ഹോം റെമഡി ഉണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ആണ്. ഒന്ന് ജിഞ്ചർ, ഇഞ്ചി. 2 ഓട്സ്. 3 ഹൈ ഫൈബർ ഓൾ ഗ്രെയിൻ, അതായത് ബ്രൗൺ റൈസ് പോലത്തെ തവിട് കളയാത്ത ധാന്യങ്ങളുടെ ഉള്ളിലെ സാധനങ്ങൾ മാത്രം എടുക്കുന്ന, അതല്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നതും നമുക്ക് കുറെയൊക്കെ GRD കുറക്കും. പിന്നെ ചെറിയ ടിപ്സ് പറയും. ആസിഡ് റിഫ്ലക്സ് കുറക്കാനുള്ള ചില ടിപ്സ് എന്ന് പറഞ്ഞാൽ, മെയിൻറ്റെയിൻ ഹെൽത്തി വെയിറ്റ്. വെയിറ്റ് കൂടിക്കൂടെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഒബിസിറ്റി ഒരു പ്രധാന കാരണം. രണ്ടാമത്, ഡോണ്ട് ഓവർ ഈറ്റ്. ഒരു കാരണവശാലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കരുത്. സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ക്വിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് സ്മോക്കിംഗ്. 4, ഈറ്റ് സ്ലോലി ആൻഡ് ച്യൂ തറുലി. നല്ലപോലെ ചവച്ചരച്ച് വളരെ സാവധാനത്തിൽ ഭക്ഷണം കഴിക്കണം. പിന്നെ വിയർ ലൂസ് ക്ലോത്ത്സ്. നല്ല ടൈറ്റില് ഷർട്ടും പാൻറ്റും, അതിൻ്റെ മീതെ ഒരു നല്ല ടൈറ്റിൽ ബെൽറ്റ് ഒക്കെ കെട്ടി, അല്ലെങ്കിൽ സ്ത്രീകളുടെ ആണെങ്കിലും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഇന്നർ വെയറും ഒക്കെ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ആസിഡിറ്റി അല്ലെങ്കിൽ GRD റിഫ്ലക്സ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ലൂസായിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കുക. പിന്നെ അറ്റ്ലീസ്റ്റ് 2 hours ഗ്യാപ്പ് കൊടുക്കുക ഭക്ഷണം കഴിക്കുന്നതും
ഗോയിങ് ടു ബെഡും തമ്മിലുള്ള മിനിമം 2 hours. രാത്രി 10 മണിക്ക് കിടക്കണമെങ്കിൽ 8 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം. പിന്നെ വളരെ സിവിയർ ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് നമ്മൾ കട്ടിലിന്റെ ഹെഡ് പോർഷൻ 2 ഇഷ്ടിക കഷ്ണം അല്ലെങ്കിൽ ഒരു മരക്കട്ട വെച്ച് പൊക്കി വെച്ചിട്ട് കിടക്കണം. കാലിന്റെ ഭാഗം താഴെ ഇരിക്കണം, തല വെക്കുന്ന ഭാഗം. പലരോടും പറഞ്ഞാല് നമ്മൾ ചില ബുക്കുകളിലും കാണുന്നുണ്ട് 2 പില്ലോ ഉപയോഗിക്കുക അല്ലെങ്കിൽ വലിയ പില്ലോ ഉപയോഗിക്കുക. പില്ലോ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് GERD കുറക്കാൻ പറ്റില്ല. കാരണം സ്റ്റൊമക്കിനേക്കാളും മുകളില് ചെസ്റ്റ് നിൽക്കണം. ഒരു വലിയ പില്ലോ അല്ലെങ്കിൽ 2 പില്ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുത്തിന്റെ ഭാഗം മാത്രമേ പൊന്തുള്ളൂ. ചെസ്റ്റിന്റെ ഭാഗം, അതായത് ഈസോഫാഗസ് ഇരിക്കുന്ന ഭാഗം പൊന്തില്ല. നമുക്ക് ഇത് വരുന്നതിനൊരു കാരണം വയറ് ബ്ലോട്ടഡ് ആയിട്ട് നിൽക്കും. ഇനി എന്താണ് കൊടന്ത വയറുള്ള ആൾക്കും സ്റ്റൊമക്ക് മുകളിലും ഈസോഫാഗസ് താഴെയാകുമ്പോഴും ഈ ഈസോഫാഗസിലേക്ക് റീഗർജിറ്റേറ്റ് ചെയ്ത് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹെഡ് പോർഷൻ, ബെഡിന്റെ ഹെഡ് പോർഷൻ എലിവേറ്റ് ചെയ്ത് വെക്കണം. ഇനി GERD കൊണ്ട് ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഒബിസിറ്റി, 2 ഹയാറ്റസ് ഹെർണിയ ഡെവലപ്പ് ചെയ്യും. സ്മോക്കിംഗ് ഉള്ളവർക്ക് GERD കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. പ്രഗ്നൻസി ടൈമിലും GERD കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം അബ്ഡോമിനൽ പ്രഷർ കൂടും, അപ്പൊ GERD കൂടും. ഭക്ഷണം കഴിച്ചതിന് ശേഷം സിവിയർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതും ചില പണികൾ ഫിസിക്കൽ എക്സസൈസ് കൂടാതെ ചില ഫിസിക്കലായിട്ടുള്ള ജോബ് ചെയ്യുന്നവർക്കും അത് കൂടും. പിന്നെ ചില എക്സസൈസ് അബ്ഡോമിനൽ മസിൽസിന് ബലം കൂട്ടാൻ, എന്താണ് 7 പാക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്ത് അബ്ഡോമിനൽ മസിലിന് ബലം കൂട്ടുന്ന എക്സസൈസ് ചെയ്യുമ്പോഴും ഇത് റീഗർജിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടും. പിന്നെ ഹാങ്ങിങ് അപ്സൈഡ് ഡൗൺ, തല കീഴാക്കി തൂങ്ങിക്കിടക്കുന്ന എക്സസൈസ്, അല്ലെങ്കിൽ തല നിലത്ത് കുത്തിയിട്ട് കാല് പൊക്കി മതിലിനോട് ചേർത്ത് വെച്ച് മതിലില്ലാതെ നിൽക്കും എക്സ്പീരിയൻസ്ഡ്. അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നതും വെയിറ്റ് പൊക്കാൻ വേണ്ടിയിട്ട് കുമ്പിടുന്നതും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ GERD കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് മാനേജ്മെന്റ് ഓഫ് ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ GERD നോക്കാം. എങ്ങനെയാണ് GERD ഉള്ള ആളുകളോട് അത് കുറക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്ന്, ധാരാളം വെള്ളം കുടിക്കാൻ പറയാം. ആൽക്കഹോൾ കൺസപ്ഷനും സ്മോക്കിംഗ് ഉള്ള ആളാണെങ്കിൽ അത് ക്വിറ്റ് ചെയ്യാൻ പറയാം. ഈറ്റിംഗ് റെഗുലർ ആൻഡ് സ്മോൾ മീൽസ് കഴിക്കുക. ആ സ്മോൾ മീൽ ആണെങ്കിൽ അത് വളരെ സ്ലോവിലി നന്നായിട്ട് അരച്ച് സാവധാനം കഴിക്കാം. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, വാക്കിങ്ങും ജോഗിങ്ങും ചെയ്യാൻ പറയാം. കഴിയുന്നത്ര NSAID, ഹോർമോൺ ഗുളികകൾ, ആസ്പിരിൻ എന്നിവ നിവർത്തിയില്ലെങ്കിൽ മാത്രം കഴിക്കുക. കഴിയുന്നത്ര അതിന്റെ ഉപയോഗം കുറക്കാം. ചില ആളുകൾ മൈഗ്രെയിൻ ഉള്ളവര്, വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ അല്ലാത്ത തലവേദന ആണെങ്കിലും ട്രൈജെമിനൽ ന്യൂറാൾജിയൊക്കെ ഉള്ളവർക്ക് അനാൽജസിക് ആയിട്ടുള്ള മെഡിസിൻസ് എത്ര കഴിച്ചാലും ചിലപ്പോൾ വേദന കുറയില്ല, അവർ കണ്ടമാനം കഴിക്കുകയും ചെയ്യും. പിന്നെ ഹോർമോൺ ഗുളികകൾ, കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ കഴിക്കുമ്പോൾ ഇത് കൂടും. കഴിയുന്നതും ഡിന്നർ നേരത്തെ കഴിക്കാൻ പറയാം. സൂര്യാസ്തമയം കഴിഞ്ഞാൽ അധികം വൈകാതെ കഴിക്കാം. ഏറ്റവും തീരെ പറ്റാത്തവർക്ക് മാക്സിമം 8 മണി വരെയുള്ള സമയത്തിനുള്ളിൽ കഴിക്കാൻ പറയാം. കഴിയുന്നതും അവരുടെ ഹെൽത്തി ബോഡി വെയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറയും. ഉറങ്ങുന്ന സമയത്ത് ഹെഡ് പോർഷൻ കട്ടിലിന്റെ അടിയിൽ
പൊക്കി വെച്ച് കിടക്കണം എന്ന് പറയാം. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാം. പിന്നെ ചില ഫുഡുകൾ അവരോട് ഒഴിവാക്കാൻ പറയാം. ഒന്ന് അനിമൽ പ്രോഡക്ട്സ്, ബീഫ്, മട്ടൺ, ചിക്കൻ പോലത്തെ. പിന്നെ ഡയറി പ്രോഡക്ട്സ്, പാലും പാലുൽപ്പന്നങ്ങളും. കോഫി ഒഴിവാക്കാൻ പറയും. കോഫിയും ടീയും നല്ലതല്ല. കമ്പാരിറ്റീവ്ലി കോഫിയാണ് കൂടുതൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നത്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉപയോഗിക്കണമെങ്കിൽ അത് ഒഴിവാക്കാം. അലർജി ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കാം. പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ, നട്ട്സ്, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം അങ്ങനെയുള്ളത് കഴിക്കുന്നത്. ബദാം വലിയ കുഴപ്പമില്ല. പിന്നെ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ഉള്ള ബേക്കറി ഐറ്റംസും മറ്റ് സാധനങ്ങളൊക്കെ കഴിയുന്നതും സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡുകൾ ഒഴിവാക്കുക. ഫാറ്റി ഫുഡ് ഒഴിവാക്കുക. സ്പൈസി ഫുഡ് കുറക്കാം. ടൊമാറ്റോ, ചോക്ലേറ്റ് ഒഴിവാക്കുക. ഈ ഗ്ലൂട്ടൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുക, ബി ചേർത്ത് വരുന്നതും സി ചേർത്ത് വരുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഒന്ന് ഗ്ലൂട്ടൻ ഫുഡ്സിൽ ബിയർ, ബ്രെഡ്, ബാർലി, ബൾഗർ വീറ്റ്. ഈ സി വെച്ച് വരികയാണെങ്കിൽ കേക്ക്, ക്യാൻഡീസ്, സിറിൽസ്, കുക്കീസ്, ക്രാക്കേഴ്സ്, അതാണ് ഗ്ലൂട്ടൻ ഫുഡ്സിൽ വരുന്നത്. പിന്നെ മാൾട്ടുകൾ ഇൻ വേരിയസ് ഫോംസ്, പല വിധത്തിലുള്ള മാൾട്ടും കിട്ടും. ആ മാൾട്ട് നല്ലതല്ല. പിന്നെ മിൽക്ക് ഷേക്കുകൾ, അതും ഒഴിവാക്കാം. മധുരം കുറക്കാം. പിന്നെ പാല് നല്ലതാണോ എന്നുള്ള ചോദ്യത്തിന് പാല് നല്ലതാണ്. പക്ഷെ ഫാറ്റ് കണ്ടന്റ് കുറവുള്ള 2%-നേലും ഫാറ്റ് കുറവുള്ള ലോ ഫാറ്റ് മിൽക്കാണ് ഗുണം ചെയ്യുക. ഫാറ്റ് കൂടുതലുള്ള മിൽക്ക് ദോഷം ചെയ്യും. പിന്നെ ജിഞ്ചർ നല്ലതാണ്. രാത്രി ച്യൂവിങ് ഗമ്മ് വായിലിട്ട് കുറച്ചു നേരം ച്യൂ ചെയ്യണത് നല്ലതാണ്. ഹൈ ഫൈബർ ഫുഡ്സ് ഗുണം ചെയ്യും. തേൻ കഴിക്കുന്നത് കുറച്ച് ഗുണം ചെയ്യും. ലീൻ പ്രോട്ടീൻസ്, ലോ ഫാറ്റ് ആയിട്ടുള്ള ഫുഡ്, നോൺ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ്. നോൺ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പാലും പാലുൽപ്പന്നങ്ങളും ഫാറ്റ് കുറഞ്ഞത്. നോൺ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, മുസമ്പി, ചെറുനാരങ്ങ, അതൊക്കെ കഴിക്കാം. അത് ഒഴിവാക്കിയിട്ട് കഴിക്കാം മറ്റു ഫ്രൂട്ട്സുകൾ. പിന്നെ വെജിറ്റബിൾസ്. പിന്നെ കിടക്കുമ്പോൾ ഉള്ള പൊസിഷൻ ഏറ്റവും നല്ലത് പേഷ്യന്റ് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞെടുക്കാം. ലെഫ്റ്റ് സൈഡ് അടിയിലാക്കിയിട്ട് കിടക്കുന്നത് റിഫ്ലക്സ് സിംറ്റം കൊടുക്കും. പലപ്പോഴും ആസിഡ് റിഫ്ലക്സ് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞ് പതിരാക്കുമായിലേക്ക് ഗ്യാസ്ട്രിക് കണ്ടന്റ് കയറി വരുമ്പോഴാണ് അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പിന്നെ GERDയുടെ സ്റ്റേജ് 4 സ്റ്റേജാണ്. ഒന്ന് മൈൽഡ് GERD. മൈൽഡ് GERD എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം മാത്രം ഈ GERD സിംറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മൈൽഡ് ആയിട്ട് കണക്കാക്കും. മോഡറേറ്റ് GERD എന്ന് പറയുന്നത് ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം ഉണ്ടാകുന്നത് മോഡറേറ്റ് GERD എന്ന് പറയും. ഈ സിവിയർ GERD, സോർ ത്രോട്ട്, ഓൾസ് വോയിസ്, അഫോണിയ, ക്രോണിക് കഫ് ഇതെല്ലാം ഉണ്ടായി വരികയാണെങ്കിൽ 3rd ഡിഗ്രി ആയി. ഇനി 4th ഡിഗ്രി എന്ന് പറയുന്നത് 3rd ഡിഗ്രി പ്ലസ് ഡിസ്ഫാജിയ, ഭക്ഷണം ഇറങ്ങി പോവാൻ തടസ്സം ഈസോഫാഗസിന്റെ ഉള്ളിൽ തോന്നാം. പ്രീ ക്യാൻസറസ് ലീഷൻസ് ഡെവലപ്പ് ചെയ്യുക ഈസോഫാഗസിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈസോഫേജിയൽ കാർസിനോമ ഡെവലപ്പ് ചെയ്യുക. ഇത് വരുന്നത് 4th GERD ആണ്, 4th സ്റ്റേജ് ആണ്. ഇനി നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാവുന്ന ബെസ്റ്റ് ഡ്രിങ്ക്സ്. ഒന്ന് ഹെർബൽ ടീ, ചമോമില ടീയും ജിഞ്ചർ ടീയും നല്ലതാണ്. ലോ ഫാറ്റ് മിൽക്ക്, കോക്കനട്ട് വാട്ടർ, കരിക്കും വെള്ളവും തേങ്ങ വെള്ളവും നല്ലതാണ്.
നോൺ ആസിഡിക് ജ്യൂസ്, അസിഡിറ്റി അധികം ഇല്ലാത്ത ജ്യൂസുകൾ കഴിക്കാം. കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്. ക്യാരറ്റും അലോവേറയും കഴിക്കുന്നത് നല്ലതാണ്. നോൺ സ്വീറ്റൻഡ് ആയിട്ടുള്ള ജ്യൂസുകൾ മധുരം ചേർത്തോ എല്ലാം ഒഴിവാക്കാന്നാണ് പറയണം. പിന്നെ കാർബണേറ്റഡ് അല്ലാത്ത ഡ്രിങ്ക്സ് ഉപയോഗിക്കാം. ഇനി നമുക്ക് മരുന്നുകളിലേക്ക് പോവാം. അതിനുള്ള സമയമുള്ളൂ, 15 മിനിറ്റ് ഉള്ളൂ. ഇല്ല, നമുക്കറിയാം കുറെ മരുന്നുകളുണ്ട്. അലോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം മരുന്നുകൾ വളരെ കുറവാണ്. നമുക്കാണെങ്കിൽ മരുന്നുകളുടെ ബാഹുല്യമാണ്. അതാണ് നമുക്ക് മരുന്ന് സെലക്ട് ചെയ്യാൻ പ്രശ്നമാവണത്. ഒന്ന് നെക്സോമിക്ക, ഞാൻ ചില മരുന്നിന്റെ ഡീറ്റെയിൽ പറയാം. നെക്സോമിക്ക, ലൈക്കോപോഡിയം, നാട്രം കാർബ്, ബ്രയോണിയ, കാർബോവെജ്, പൾസാറ്റില 2 പൾസാറ്റിലയും ഇൻഡിക്കേറ്റഡ് ആണ്. ആഴ്സനിക് ആൽബ്, ആന്റിക്രൂഡ്, അയോഡം, അസഫിറ്റിഡ, ഹൈഡ്രാസ്റ്റിസ്, ഒർണിത്തോഗാലം, റൊബീനിയ, നാട്രം ഫോസ്, ഐറിസ് വേഴ്സിക്കോള, കാർബോ അനിമാലിസ്, അർജന്റൻ നൈട്രിക്കം, സിംഫൈറ്റം, ചൈന, കാരം കാർവി. കാരം കാർവി അറിയാലോ അല്ലേ? CARUM, CARVI. കാരം കാർവി വേറെ ഒന്നല്ല, നമ്മുടെ ജീരകമാണ്, ജീരകം. അത് പക്ഷെ കുടിക്കാൻ പറയുന്ന സാധാരണ അരൗൺസ് വെള്ളത്തിൽ 1 ounce വെള്ളത്തിൽ എന്നാണ് പറയണതെങ്കിലും കാരം കാർവി കൊടുക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് 10 ഉള്ളി 3 നേരം, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ചമോമില്ല, സിലീഷ്യ, ജെറേനിയം മാക്ക്. ഞാൻ കുറച്ച് ഇത് രണ്ടാമത് പറയാം, ചില മരുന്നുകളുടെ ഇൻഡിക്കേഷൻ. പെപ്സിൻ 3X അല്ലെങ്കിൽ 6th പൊട്ടൻസി, എബിസ് നൈഗ്ര, പിന്നെ ഒക്കുബാക്ക. ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. OKOU, ഒക്കു, BAKA, ഒക്കുബാക്ക. ഇനി നമുക്ക് നെക്സോമിക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സവർ ടേസ്റ്റ്, നോസിയ ഇൻ ദി മോർണിംഗ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഈ സവർ ടേസ്റ്റും ഉണ്ടാവും. സ്റ്റൊമക്കില് വെയിറ്റും പെയിനും തോന്നാം. അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടും. പൈറോസിസ് ഉണ്ടാവും. പൈറോസിസ് എന്ന് പറഞ്ഞാൽ GERD ബന്ധപ്പെട്ട് പെയിൻഫുൾ ബേണിംഗ് സെൻസേഷൻ ഡ്യൂ ടു GERD-നെയാണ് പൈറോസിസ് എന്ന് പറയാം. പേഷ്യന്റിനെ വൊമിറ്റ് ചെയ്യാൻ തോന്നും, പക്ഷെ ഒട്ടും വൊമിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും പോരില്ല. പേഷ്യന്റ് പറയും എനിക്കൊന്ന് ഛർദ്ദിച്ചു പോയേക്കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും, പക്ഷെ ഛർദ്ദിച്ചിട്ട് പോരില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒക്കാനം മാത്രം ഉണ്ടാവും. അതുപോലെ തന്നെ ആ നെക്സോമിക്കയുടെ കോൺസ്റ്റിപ്പേഷൻ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. വയറ്റിൽ നിന്ന് പോകാൻ അയാൾക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടാകും, ഡിസയർ ഉണ്ടാകും, ടോയ്ലറ്റിൽ ചെന്നിരിക്കും, ഒന്നും പോവില്ല, തിരിച്ചു പോരും, പിന്നെയും പോയിരിക്കും, പിന്നെ ചിലപ്പോൾ അല്പം ഒന്ന് പോയിന്ന് വരും. അതാണ് നെക്സോമിക്കയുടെ കോൺസ്റ്റിപ്പേഷനും നെക്സോമിക്കയുടെ വോമിറ്റിംഗ് സെൻസേഷനും അത് തന്നെ. പിന്നെ അതിലൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് നമുക്കൊരു സിംറ്റം ഉള്ളത്, നെക്സോമിക്ക ഫാറ്റ്, നെയ്യ്, ബീഫിന്റെയൊക്കെ നെയ്ക്കട്ട ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് ടോളറേറ്റ് ചെയ്യും, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതിന്റെ റിവേഴ്സ് പൾസാറ്റിലാണ്. ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ ബുദ്ധിമുട്ടും കൂടുകയും ചെയ്യും, ഫാറ്റ് കഴിക്കാനൊട്ട് താല്പര്യം ഉണ്ടാവില്ല. നെക്സിന് ഫാറ്റ് കഴിക്കാനും താല്പര്യം ഉണ്ടാവും, കഴിച്ചാലൊട്ട് പ്രശ്നം ഉണ്ടാവുകയില്ല. ഇത് ലൈക്കോപോഡിയം നമുക്ക് എല്ലാവർക്കും ഇന്റലക്ച്വലി കീനാണ്.
പക്ഷെ ഫിസിക്കലി വീക്ക് ആയിരിക്കും. അഗ്രവേഷൻ 4 PM to 8 PM. ഈ സമയമൊക്കെ വളരെയധികം പേഷ്യൻസ് നമ്മളോട് പറയാറുള്ളതാണ്. വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി കഴിഞ്ഞ് 8 മണി വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പൊതുവെ ലൈക്കോപീഡിയം പേഷ്യന്റ് വെരി സെൻസിറ്റീവ് ആയിരിക്കും. അവരോട് നമ്മ നേരത്തെ പഠിച്ചേക്കണമെന്നാ, അവരോട് താങ്ക്സ് പറഞ്ഞാൽ പോലെ അയാൾക്ക് അറിയും. കോൾഡ് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ലൈക്കോപീഡിയം പേഷ്യന്റ് അപ്പൊ കൂടും. എന്ത് സാധനം കഴിച്ചാലും അതിന് പുളിപ്പ് രസം തോന്നും, പുളിപ്പ് തേട്ടലുണ്ടാവും, നെഞ്ചരിച്ചിലുണ്ടാവും, വാട്ടർ ബ്രഷ് ഉണ്ടാവും, അതായത് റീഗർജിറ്റേഷൻ, സവർ വൊമിറ്റിംഗ് ഉണ്ടാവും. പക്ഷെ കനൈൻ അങ്കറാണ്, ഭയങ്കര വിശപ്പായിരിക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പൊ തലവേദന വരും. പക്ഷെ ഫ്യൂ മൗത്ത് ഫിൽസ് അപ് ടു ത്രോട്ട്. കുറച്ച് ഭക്ഷണം കഴിക്കും. അയാളുടെ ഇരിപ്പും വിശപ്പും ദാഹവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇപ്പൊ നമ്മളെ വരെ പിടിച്ചു തിന്നും എന്ന് വിചാരിക്കുന്ന വിശപ്പായിരിക്കും. പക്ഷെ അല്പം കഴിച്ചു കഴിയുമ്പോഴത്തേനും തൊണ്ട വരെ നിറഞ്ഞതായിട്ടുള്ള ഫീലിംഗ് തോന്നി കഴിക്കാതിരിക്കും. ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തലവേദന കാണിക്കും. പിന്നെ വേറൊരു ലൈക്കോപീഡിയത്തിന്റെ നമ്മുടെ ഗ്യാസ്ട്രിക് സിംറ്റം ആണ്, അയാൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. ദൂരെ എവിടെയെങ്കിലും പോയി 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴായിരിക്കും ടോയ്ലറ്റിൽ പോവാം. അതുവരെയും അവിടെ എവിടെ താമസിച്ചാലും ടോയ്ലറ്റിൽ പോകാൻ തോന്നില്ല. ഫ്ലാറ്റുലൻസ് ലോവർ അബ്ഡോമിനിലാണ് ഫ്ലാറ്റുലൻസ് വരാം. ലൈക്കോപീഡിയത്തിന്റെ കൂടെ നമുക്ക് എപ്പോഴും കൊടുക്കാവുന്ന നല്ലൊരു മെഡിസിനാണ് അയോഡൻ ടിഞ്ചർ കൊടുക്കാം. പിന്നെ ലൈക്കോപീഡിയത്തിന് വാം ഫുഡ് അമിലറേഷൻ ആണ്, വാം ഫുഡ് ആൻഡ് ഡ്രിങ്ക് അമിലറേഷൻ ഉണ്ടാക്കും. പിന്നെ നാട്രിയം കാർബ് നമ്മൾ എപ്പോഴും ഓർക്കുക സൺ എണ്ണയായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ സ്റ്റൊമക്ക് കംപ്ലൈന്റിന് പ്രത്യേകിച്ച് GERDക്ക് വളരെ നല്ല റിസൾട്ട് തരുന്ന മരുന്നാണ് നാട്രിയം കാർബ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തു സോഡ കഴിക്കുന്നവർക്ക്, മറ്റേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നവർക്ക് നാട്രിയം കാർബ് വളരെ ഇൻഡിക്കേറ്റഡ് ആണ്. എപ്പോഴും ഗ്യാസ് മുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. അവര് സോഡ കുടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സോഡ കുടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് ഗ്യാസ് ഇങ്ങനെ റീഗർജിറ്റേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അത് അവർക്കൊരു ആശ്വാസമാണ്. അങ്ങനെ ആ സിംറ്റം ഉള്ളവർക്ക് നാട്രിയം കാർബ് കൊടുക്കാം. പിന്നെ സ്റ്റോപ്പ് ഷോൾഡേഡ് ആണ്, ഷോൾഡർ താന്ന് കാണിക്കാം, മോഹൻലാൽ നടക്കുന്ന പോലെ നാട്രിയം കാർബ് പേഷ്യന്റ് അങ്ങനെയാണ്. അൺഏബിൾ ടു റെസിസ്റ്റ് കോൾഡ് ആൻഡ് ഹീറ്റ്. ചൂട് മാത്രമല്ല കോൾഡും അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ മ്യൂസിക് കോസസ് ടെൻഡൻസി ടു സൂയിസൈഡ്. അവർ മെലങ്കളിയാവും, വീപ്പിംഗ് ഉണ്ടാവും. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ സങ്കടം വരും, അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആവും. ഈവൻ സൂയിസൈഡൽ തോട്ട്സ് വരെ അവർക്ക് ഡെവലപ്പ് ചെയ്യും. പുവർ ഡൈജഷൻ ആയിരിക്കും. ഈവൻ മിൽക്ക് കഴിച്ചാൽ പോലും വയറിന് പറ്റാതെ ലൂസ് മോഷൻ, ഛർദി മുതലായവ ഡെവലപ്പ് ചെയ്യും. പിന്നെ നാട്രിയം കാർബിന്റെ ഒരു ഇൻഡിക്കേഷൻ നമ്മളുടെ ശരീരം വെയിലത്തൊക്കെ പോയിട്ട്, ഇനിയിപ്പോ ചൂടുകാലം വരെയാണ്, വെയിലത്ത് പോയിട്ട് തണുത്ത എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസ്ട്രിക് അപ്സെറ്റ് വരാം, അല്ലെങ്കിൽ സ്റ്റൊമക്കിന് പ്രശ്നം വരുന്നതിന് കൊടുക്കാവുന്ന നല്ല മരുന്നാണ് നാട്രിയം കാർബ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാട്രിയം കാർബ് അല്ല, ഈ കംപ്ലൈന്റ് ആയിട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന ബെല്ലിസ്പെർ ആണ്. ബെല്ലിസ്പെർ ടിഞ്ചർ കൊടുക്കും. നല്ല വെയിലത്ത് പോയി തണുത്തത് കുടിച്ച് തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം, ചുമ വന്നാലും തൊണ്ടവേദന വന്നാലും റീഗർജിറ്റേഷൻ വന്നു കഴിഞ്ഞാലും ഞാൻ കൂടുതൽ കൊടുക്കുന്ന ബെല്ലിസ്പെർ ആണ്. നാട്രിയം കാർബ് GERDയുടെ മരുന്നാണ്. പിന്നെ ബ്രയോണിയ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസിന് കൊടുക്കുന്ന നല്ലൊരു മെഡിസിനാണ് ബ്രയോണിയ. അതിന്റെ പ്രത്യേകത ഗ്രേറ്റ് ടേസ്റ്റ് ആണ്. അമിലേഷൻ ബൈ അബ്സല്യൂട്ട് റെസ്റ്റ്, ഐദർ മെന്റൽ ഓർ ഫിസിക്കൽ. ശാരീരികവും മാനസികവുമായ റെസ്റ്റ് എടുത്താൽ മാത്രമേ അയാൾക്ക് കുറയുള്ളൂ. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ബ്രയോണിയുടെ കോൺസ്റ്റിപ്പേഷന്റെ പ്രത്യേകത എന്താണ്, അയാൾക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. ഒരു ഇൻആക്റ്റീവ് ആയിരിക്കും, നോ ഇൻക്ലിനേഷൻ. ഒരു ടോയ്ലറ്റിൽ പോയില്ല എന്നുള്ള ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല. നെക്സോമിക്കൊക്കെ അതല്ല, എപ്പോഴെപ്പോഴും ടോയ്ലറ്റിൽ പോയി ഇരിക്കാൻ തോന്നും. ബ്രയോണിയ പേഷ്യന്റ് ടോയ്ലറ്റിൽ പോവുകയെന്നില്ല.
അയാൾക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല, ഇൻആക്റ്റീവ് റെക്റ്റം ആയിരിക്കും. സ്പാസ്മോഡിക് വിത്ത് ഗാഗിങ് ആൻഡ് വോമിറ്റിംഗ്, മലദ്വാരത്തിൽ വരെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ കാരം കാർവി, ഇപ്പൊ ഈടായിട്ട് ധാരാളം പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. അസിഡിറ്റി, ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉള്ളവർക്ക് കാരം കാർവി ടിഞ്ചർ. സ്പാസം അമിലറേഷൻ ബൈ എക്സ്പെൽ ഗ്യാസ് ഫ്രം സ്റ്റൊമക്. സൂത്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ഇൻഡസ്ട്രിയൽ ട്രാക്ട് സൂത്ത് ചെയ്യും, സ്മൂത്ത് ആക്കി എടുക്കും. ഫ്ലാറ്റുലൻസ് ആൻഡ് ബ്ലോട്ടിംഗ്, അപ്പിറ്റേറ്റ് ഇംപ്രൂവ് ചെയ്യും. വേറൊരു കാര്യത്തിനും കൂടെ കാരം കാർവി ഉപയോഗിക്കും കേട്ടോ. ബ്രസ്റ്റ് മിൽക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലെങ്കിൽ കാരം കാർവി കൊടുക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആക്ഷൻ കിട്ടുന്നത് റിസിനസിനാണ്. റിസിനസ് ആണ് കൂടുതൽ ഫസ്റ്റ് ചോയ്സ്. ടിഞ്ചർ. പിന്നെ ആന്റിക്രൂഡ്, ഇൻഡൈജഷൻ ആഫ്റ്റർ ഈറ്റിംഗ് മീറ്റ്. മീറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇൻഡൈജഷൻ വന്നു കഴിഞ്ഞാല്, അസിഡിക് ഫുഡ്സ് കഴിച്ചിട്ട് ഇൻഡൈജഷൻ വന്നാല്, അധികം ഫുഡ് കഴിച്ചിട്ട്, ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക്, തിന്നത് കുറച്ച് കൂടിപ്പോയി, ആന്റിക്രൂഡ്. പിന്നെ ആഴ്സനിക് ആൽബ്, അതിന്റെ സിംറ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പൾസാറ്റില, ഇൻഡൈജഷൻ ഡ്യൂ ടു എക്സസീവ് കൺസപ്ഷൻ ഓഫ്. ഇനിയാണ് നമ്മുടെ ഡിസംബർ ക്രിസ്മസ് വരെയാണ്, ന്യൂ ഇയർ. ധാരാളം കേക്ക് കഴിച്ചിട്ട്, ഐസ്ക്രീം കഴിച്ച്, ഫാറ്റി ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്ന കംപ്ലൈന്റിന് പൾസാറ്റില. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ GRD, ലൂസ് മോഷനും വൊമിറ്റിങ്ങും, ബെൽച്ചിങ്ങും, ബ്ലോട്ടിങ് ഓഫ് അബ്ഡോമിനും. അതിന് എക്സസീവ് കൺസപ്ഷൻ ഓഫ് കേക്ക്, ഐസ്ക്രീം, ഫാറ്റി ഫുഡ്, പൾസാറ്റില. കാർബോവെജ്, ബെൽച്ചിൻ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഗ്യാസ് ഇൻ ദ സ്റ്റൊമക് ആൻഡ് ബ്ലോട്ടിങ്. ഫെർമെന്റേഷൻ നടക്കുക, സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഫെർമെന്റേഷൻ നടന്നിട്ട് മുകളിൽ കയറുക. പിന്നെ ജെറീനിയം മാക്കുലേറ്റം ടിഞ്ചർ, ജെറീനിയം മാക് വളരെ പെപ്റ്റിക് അൾസറിന്റെ ബെസ്റ്റ് മെഡിസിൻ ആണ്. നമ്മള് മറ്റും ഏതൊക്കെ മരുന്ന് ട്രൈ ചെയ്യുന്നതിന് മുമ്പും പെപ്റ്റിക് അൾസറിന് ഡയഗ്നോസ് ചെയ്ത് വരുന്ന കേസിന് ജെറേനിയം മാക്ക് ഉപയോഗിക്കുക. അത് കോൺസ്റ്റിപ്പേഷനും ഡയേറിയയും രണ്ടും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. മാത്രമല്ല പേഷ്യന്റിന്റെ ഡിസിനസ് കൺട്രോൾ ചെയ്യും. ഇറ്റ് മാനേജ് ബ്ലീഡിങ് ടെൻഡൻസി. സ്റ്റൊമക്കിന് അൾസറിന്, ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടെങ്കിലും, ഈസോഫാജിയൽ അൾസർ ഉണ്ടെങ്കിലും, ഈസോഫാജിയൽ വേരിയസസ് ഉണ്ടെങ്കിലും, അത് ബ്ലീഡിങ്ങിന് ഒരു ടെൻഡൻസി ഉണ്ടെന്ന് നമുക്കറിയാം. ആ ടെൻഡൻസി എവിടെയായാലും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജെറേനിയം മാക്ക് നല്ലതാണ്. എമറ്റാമസിസ്, ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, ആ കേസിനും ജെറേനിയം മാക്ക് തന്നെയാണ് നമുക്ക് കൊടുക്കാവുന്ന നല്ല മെഡിസിൻ. റിലീഫ്, അത് ഹീമോറ്റൈസിസ് ആണെങ്കിൽ അക്കാലിഫ ഇൻഡിക്ക, ഹീമറ്റാമിസിസ് ആണെങ്കിൽ ജെറേനിയം. പിന്നെ ഈ GRD കൊണ്ടുണ്ടാവുന്ന ഫാരിഞ്ചൈറ്റിസ്, GRD കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടാവുന്ന ഫാരിഞ്ചൈറ്റിസിനും ജെറാനിയം മാക്ക് നല്ലതാണ്. വേറൊരു മെഡിസിൻ പെപ്സിൻ. പെപ്സിൻ ഉപയോഗിക്കുക 3X-ഉം 6th പൊട്ടൻസിയാണ്. ഇൻഡൈജഷൻ, അതാണ് മെയിനായിട്ട്. ഡയേറിയ അസോസിയേറ്റഡ് വിത്ത് ഇൻഡൈജഷൻ ആൻഡ് റിസ്റ്റോർ ലോസ്റ്റ് എനർജി. ഈ ഡയേറിയ വന്ന് പേഷ്യന്റ് കുറെ പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞ് കാര്യം ഡയറ്റ് റെസ്ട്രിക്ഷനും നമ്മൾ പറയും, വീട്ടുകാർ കൊടുക്കും. അത് കഴിയുമ്പോൾ പേഷ്യന്റ് വീക്ക് ആയിട്ടുണ്ടാവും. അവരുടെ നഷ്ടപ്പെട്ട എനർജി റെസ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന പെപ്സിൻ ആണ് നല്ലത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ചില കുട്ടികൾ ഭക്ഷണമൊന്നും തീരെ കഴിക്കില്ല, എന്നിട്ട് അവർ ഇമാസിയേറ്റ് ചെയ്ത് വരും, മരാസ്മസ് വരെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് പെപ്സി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മരാസ്മസും അവരുടെ വീക്ക്നെസ് കുറയുകയും ചെയ്യും, ഭക്ഷണത്തിനോട് താല്പര്യം വരും. അത് പെപ്സിൻ അപ്പിറ്റേറ്റ് സ്റ്റിമുലേറ്റഡ് ആണ്.
പിന്നെ പെപ്സിന്റെ ഒരു ഉപയോഗം ഗൗട്ട് കേസിനും നല്ലതാണ്. പാങ്ക്രിയാറ്റൈറ്റിസും പാങ്ക്രിയാസിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കും പെപ്സിൻ കൊടുക്കാറുണ്ട്. പിന്നെ അബിസ് നൈഗ്ര. അബിസ് നൈഗ്രയുടെ പേഷ്യന്റ് എപ്പോഴും തനിക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ഈവൻ ക്യാൻസർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഫീലിംഗ്, അതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുക എന്നുള്ളത് അബിസ് നൈഗ്രയുടെ പ്രധാന സിംറ്റം. പിന്നെ ലംബ് സെൻസേഷൻ ഓഫ് ത്രോട്ട്, സ്റ്റൊമക്ക്, വയറിന്റെ ഉള്ളിലും ത്രോട്ടിന്റെ ഉള്ളിലും ഒരു ലംബ് ഫീലിംഗ് ചെയ്യാം. അത് നമുക്കറിയാം, ഇഗ്നേഷ്യ, അസഫെറ്റിഡ, അയോഡം, ഇതിനൊക്കെ ആ ലംബ് ഫീലിംഗ് പറയുന്നുണ്ട്. എങ്കിലും അബിസ് നൈഗ്രയുടെ പ്രത്യേകത ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അർജന്റൈട്രിക്കത്തിന് കുറയും, അബിസ് നൈഗ്രയ്ക്ക് കൂടും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇൻഡൈജഷൻ ഓഫ് ഓൾഡ് പീപ്പിൾ, പ്രായമായവർക്ക് വരുന്ന ദഹനക്കേടിന് കൊടുക്കാവുന്നതാണ്. ഗ്യാസ്ട്രിക് കംപ്ലൈന്റിനും അതോടൊപ്പം ഉണ്ടാവുന്ന തലവേദനക്കും അബിസ് നൈഗ്ര ഇൻഡിക്കേറ്റഡ് ആണ്. ഹാർട്ട് കട്ടിംഗ് പെയിൻ ആൻഡ് ചോക്കിംഗ് സെൻസേഷൻ, അതേപോലെ പേഷ്യന്റിന്റെ അസ്വസ്ഥത കുറക്കാനും രാത്രി നല്ല സ്ലീപ്പ് കിട്ടാനും അബിസ് നൈഗ്ര ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരും. പിന്നെ ഒക്കുബാക്ക, നേരത്തെ ഞാൻ പറഞ്ഞു, ഒക്കുവു ബാക്ക എന്നാണ്. OKOUBAKA ടിഞ്ചർ, ഒക്കുബാക്ക ടിഞ്ചർ, ഒക്കുവ ബാക്ക എന്ന് പറയും, ഒക്കുബാക്ക എന്നാണ് പൊതുവെ പറയാറ്. പ്രിവെന്റീവ് മെഡിസിൻ ഫോർ ട്രാവലിംഗ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, യാത്ര ചെയ്തിട്ടുണ്ടാവുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പ്രിവെന്റ് ചെയ്യാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുക്കാം. അതേപോലെ തന്നെ ടൂറ് പോയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പലരും പറയും ഫുഡിന് അലർജി ഉണ്ടായി, അല്ലെങ്കിൽ ഡീക്കേഡ് ഫുഡ് കഴിച്ച്, ടോക്സിക് അലർജിക്ക് ഫുഡ് ഇൻടോളറൻസ്, വോമിറ്റിംഗ്, ഡയേറിയ ആസ് എ റിസൾട്ട് ഓഫ് ഫുഡ് പോയ്സണിങ്. ടൂറ് വഴി കഴിഞ്ഞ് വന്നിട്ട് വോമിറ്റിങ്ങും വയറ്റിളക്കവും ഗ്യാസ്ട്രിക് അപ്സെറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒക്കുബാക്കാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഹെവി മെറ്റൽ പോയ്സണിങ് ഉണ്ടായിക്കഴിഞ്ഞാലും. പിന്നെ വേറൊരു ഇൻഡിക്കേഷൻ, കീമോതെറാപ്പി കഴിഞ്ഞ് വരുന്ന അവർക്കുണ്ടാകുന്ന സൈഡ് ഇഫക്ട്സിന് കൊടുക്കാവുന്ന മെഡിസിനാണ് ഒക്കുവ ബാക്ക. ഒക്കുവ ബാക്കക്ക് പുതിയൊരു പേര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ നെക്സോമിക്ക എന്ന ഒരു പേരും കൂടെ ഒക്കുവ ബാക്കക്ക് ഉണ്ട്. പിന്നെ ഒർണിത്തോഗാലം, ഇൻഡൈജഷൻ ഫ്ലാറ്റുലൻസ്, റിലീവ്സ് കഞ്ചഷൻ ഇൻ ഹാർട്ട്, ബെറ്റർ ബ്രത്തിങ്, നെഞ്ചില് ആ കഞ്ചഷൻ ഒഴിവാക്കാനും സുഖകരമായി ബ്രത്ത് ചെയ്യാനും ഒർണിത്തോഗാലം നല്ലതാണ്. ഗ്യാസ്ട്രിക് അൾസറേഷനും ചെസ്റ്റ് പെയിനുമാണ് അതിന്റെ സിംറ്റം. പിന്നെ കാർബോ അനിമാലിസ്, കാർബോ വെജ് പോലെ തന്നെ വളരെയധികം ഗുണം കിട്ടുന്നതാണ് കാർബോ അനിമാലിസ്. റെഡ്യൂസസ് ഡ്രൈനസ് ആൻഡ് പെയിൻ ഇൻ ത്രോട്ട്, തൊണ്ടയില ഉണക്കും, തൊണ്ടയിലെ വേദന കുറക്കും. ആങ്സൈറ്റി, നോസിയ, പ്രത്യേകിച്ച് രാത്രിയിൽ ഉണ്ടാവുന്നത്, അത് കുറക്കാൻ നല്ലതാണ്. പിന്നെ ഹൈഡ്രാസ്റ്റിസ് നല്ലൊരു മെഡിസിനാണ്. വയറ്റിലുണ്ടാവുന്ന അൾസറുകൾ, വൂണ്ടുകൾ, GI ട്രാക്റ്റിൽ എവിടെ അൾസറും വൂൺസും ഉണ്ടെങ്കിലും നമുക്ക് മറ്റ് മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഹൈഡ്രാസ്റ്റിസും കൂടെ കൊടുക്കാം. എന്തായാലും നമ്മുടെ സമയമായിട്ടുണ്ട്. എനിക്ക് തന്ന സമയം ഞാൻ ഉപയോഗപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നന്ദി ഡോക്ടറെ. ഇനി നമുക്ക് 5 മിനിറ്റും കൂടാണ്. വളരെ നല്ലൊരു ക്ലാസ് നമുക്ക് കിട്ടി. ഇനിയിപ്പം ആർക്കെങ്കിലും സാറിനോട് സംശയം എന്തെങ്കിലും ചോദിക്കുക, ഇതിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റും കൂടെ ഉള്ളത്. കേട്ട ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് സാറിനോട് ചോദിക്കാം. ഞാന് ഡോക്ടർ പറഞ്ഞ കേട്ടില്ലായിരുന്നു.
അല്ല, വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു വിഷയം എടുക്കാന്ന് വെച്ചത്. പക്ഷെ അത് ഏഹ്, അതിവിപുലമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സഹിതം അത് വിശദീകരിച്ചു. ഹോമിയോപ്പതിക് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഹരിഹരൻ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. ആര്യ സാർ. സാർ അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, വെരി ഗുഡ് ക്ലാസ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞിട്ട് ഞാൻ വിഡ്രോ ചെയ്തേക്കാം. ഇന്നില്ല, ഞാൻ സാധാരണയായിട്ട് ഈ ഇങ്ങനെയുള്ള കേസുകൾ വരുവാണെങ്കിൽ നമ്മുടെ പച്ച ഏത്തക്ക ഇല്ലേ, പച്ച ഏത്തക്ക തൊലി കളഞ്ഞിട്ട് അത് സ്ലൈസ് ചെയ്ത് വെയിലത്ത് വെച്ചാണ് ഉണക്കി അത് മിക്സിക്കകത്തിട്ട് പൊടിച്ച് അതെല്ലാം അരിച്ച് എല്ലാം നല്ല നീറ്റാക്കി എടുത്തിട്ട് അതിന് ഈ രാവിലെ ചൂടുവെള്ളത്തിനകത്ത്, ചൂടുവെള്ളത്തിനകത്ത് 1 സ്പൂൺ ഇട്ട് രാവിലെയും വൈകിട്ടും കഴിക്കണം. അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അസിഡിറ്റി ശരിക്ക് കൺട്രോൾ ചെയ്യുകയും അതിൻ്റെ കൂട്ട് നമ്മുടെ എലോങ് വിത്ത് അവർ മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഫക്റ്റാണ്. ഞാൻ സാധാരണ കൊടുക്കാറുള്ളതാണ്. റുബീനിയ ടിഞ്ചർ ഡോക്ടർ പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കൊരു സംശയം. റുബീനിയ പറഞ്ഞായിരുന്നോ? റൊബീനിയ ആ ലിസ്റ്റിൽ പറഞ്ഞു. റൊബീനിയ കൊടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഒപ്പം നാട്രം ഫോസ് കൊടുക്കും. റൊബീനിയ വിത്ത് നാട്രം ഫോസ് ആണ് അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരാം. നല്ല റെസ്പോൺസ് ആണ്. പിന്നെ ഇതിന്റെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡോക്ടറെ ഇത് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നാൽ പേഷ്യന്റിന്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിന്റെ കാര്യം. അതനുസരിച്ച് കൂടെ മെഡിസിൻ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ശരിക്ക് പൂർണ്ണമായിട്ടും മാറാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും ഒരു 90% എങ്കിലും നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ധാരാളം കേസുകൾ നമുക്ക് വരുന്നതാണ് ഇങ്ങനെ വരുന്നതാണ്. അത് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹോമിയോപ്പതിക്ക് നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. നന്ദിയായിരുന്നു സാറേ. ഇനി ആർക്കെങ്കിലും സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? സരിത് കുമാർ ഡോക്ടർ. ആരാ? സരിത് കുമാർ ഡോക്ടർ സംസാരിക്കാം. ഞാൻ വല്ലപ്പോഴും സ്ഥിരമായിട്ട് കയറുന്നില്ല. പിന്നെ നസറുള്ള ഡോക്ടർ കയറിയതുകൊണ്ടാണ് പ്രധാനമായിട്ട് വന്നത്. അപ്പൊ സാറിനോട് ഒരു കാര്യം ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. സാറിന്റെ ഒരുപാട് നുറുങ്ങ് കഥകളുണ്ട്. അത് ഈ ഓരോ ക്ലാസ്സിലും ഓരോ സാറിന് ഒരുപാട് അനുഭവങ്ങളും തമാശ കഥകൾ സാറിന്റെ കയ്യിൽ ഒരുപാടുണ്ട്. അതൊരു അവസാനം ഒരു സാറിനെ ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പം അവസാനം ഒരു 5 മിനിറ്റ് ആ കഥകളിലൂടെ പറയാൻ സാറിനൊരു ഇത് ഓർഡർ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാനും 10:30 ആകുമ്പോൾ തിരിച്ചോണ്ട് നമുക്ക് ഉറങ്ങാൻ പോകാനും പറ്റും. അതുപോലെ സാറിന്റെ ഈ ക്ലാസ് കേട്ടപ്പോൾ ഒരുപാട് ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുപാട് മരുന്നുകൾ എനിക്കിന്ന് കേൾക്കാൻ പറ്റി. എൻ്റെ അമ്മയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും എല്ലാം കഴിക്കുന്ന 81 വയസ്സുള്ള ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്കൊരു രാമകൃഷ്ണൻ ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞു തന്ന ചൈന ടിഞ്ചറാണ്. അപ്പം ഗ്യാസിന്റെ വിഷം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചൈന ടിഞ്ചർ ഒഴിച്ചു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എൻ്റെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, നന്ദി സാർ ഡോക്ടറെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ സാറേ, നമ്മള് ഭക്ഷണം എത്ര മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കാൻ പറയുന്നതാണ് നല്ലത്? ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് അടുത്ത ഭക്ഷണത്തിന്? അത് എപ്പോഴും നല്ലത് ഫ്രാക്ഷൻ മീലാണ്. നമ്മൾ കാലത്ത് ഉച്ചയ്ക്ക് രാത്രി ഇന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് പല പ്രാവശ്യമായിട്ട് അല്പാൽപ്പം കഴിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അത് ഈ GRD ഉള്ളവർക്ക് മാത്രമല്ല, ആർക്കും. ഇപ്പൊ പ്രമേഹ രോഗികൾക്കും ഒക്കെ ഇപ്പൊ രാവിലെ 5 ഇഡ്ഡലി കഴിക്കുന്ന ആളാണെങ്കിൽ രാവിലെ തന്നെ ഒരു 8 മണിക്ക് അയാൾ ഒരു 3 ഇഡ്ഡലി കഴിക്കാം. 10 മണിയാകുമ്പോൾ 2 ഇഡ്ഡലി കൂടെ കഴിക്കാം. അതേപോലെ ഉച്ചക്ക് 12:30 ഊണ് കഴിക്കാം. വൈകിട്ട് 4 മണിക്ക് എന്തെങ്കിലും എണ്ണയിൽ വറക്കാത്ത മറ്റെന്തെങ്കിലും ഭക്ഷണം, അതായത് അടയോ ഉണ്ടയോ അല്ലെങ്കിൽ
ഇടിയപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വൈകുന്നേരം കഴിക്കുക, അല്ലെങ്കിൽ കാലത്ത് ഉണ്ടാക്കിയ ഇഡ്ഡലിയ അങ്ങനെ കഴിക്കുക. വൈകുന്നേരം ലൈറ്റ് ഫുഡ് ആയിരിക്കുക. കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറയാം. എന്നാലേ ഒരു 2 മണിക്കൂർ മുമ്പ് കഴിക്കണം. സലിംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ ഞാൻ ഫേസ് കാണിക്കുന്നില്ല, ഞാൻ ഇട്ടെടുക്കുക. ഒരു ഹൈവ സാറിൻ്റെ ഒരു അനുബന്ധമായിട്ട് പറയണം. ഈ എറണാകുളത്ത് ഒരു ബോൾഗാട്ടി പാലസ് വെച്ച് ഒരു ഷൂട്ടിംഗ് നടന്നപ്പോൾ കമലഹാസനാണ് അതിൽ നായകൻ അഭിനയിക്കുന്നത്. അപ്പോൾ കമലഹാസൻ ഈ വയറിന് ഈ പ്രശ്നം ഇങ്ങനെ വന്നപ്പോൾ വല്ലാണ്ട് സഹിക്കാൻ വന്നിട്ട് പല മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെന്നും. അപ്പോൾ അവിടെ ഈ എനിക്ക് പരിചയമുള്ള ഒരാൾ ഈ രംഗപടമൊക്കെ ഒരുക്കുന്ന ടൈപ്പ് ഒരു കഥാപാത്രമുണ്ട്, അയാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പച്ച ഏത്തക്ക എവിടുന്ന് കൊണ്ടുവന്നിട്ട് കമലഹാസനോട് ഇത് തൊലി പൊളിച്ചിട്ട് തിന്നാൻ പറഞ്ഞു. നടക്കൂല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രോഗം മാറണോ അഭിനയിക്കണമെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞു. അവസാനം അദ്ദേഹം ഈ പച്ച ഏത്തക്കായ അവിടെ കടിച്ച് പറിച്ച് തിന്നു. അതോടെ പിന്നെ അവിടുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോണവർ അദ്ദേഹത്തിന് കംപ്ലൈന്റ് ഇല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ നല്ലൊരു അറിവായി. പച്ചക്കായ ഏതൊക്കെ തിന്നെ അത്ര ബുദ്ധിമുട്ടാണ്, ഇറക്കി പോകാൻ പറ്റില്ല, ഭയങ്കര ആൾക്കാർ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ പൊടിയാക്കുവാണെങ്കിൽ അത് വലിയ പ്രശ്നം പൊടി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പഴയ പോലെ അല്ല, റെഡിമെയ്ഡ് കിട്ടും. സലിംകുമാർ ഡോക്ടർ ഡോക്ടർക്ക് നസറുള്ള ഡോക്ടർക്ക് നന്ദി പറഞ്ഞു. മറിയമ്മ ഡോക്ടറെ ഷാജി ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ കൊണ്ട് തന്നെ നന്ദിയും പറയുക. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ സാർ? അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്യേ ഷാജി ഡോക്ടറെ. ഹലോ, നസറുൽ ഡോക്ടറെ, പിന്നെ ഈ ഒക്കുബോക്ക എന്ന് പറഞ്ഞില്ലേ, ആ ഒരു അമ്പരവിലെ എന്ന് പറഞ്ഞ ആ മരുന്നിന്റെ ഒരു ആക്ഷൻ കിട്ടിയെന്ന് പറയുന്നത്, ഒരു ക്യാൻസർ ഉള്ള ഒരു കേസില് അവര് സ്ഥിരം റേഡിയേഷന് പോവായിരുന്നു RCCയില്. ഇപ്പൊ ഓരോ മാസം പോകുമ്പോഴത്തേന് അത് പിന്നെ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ 6 വരെ HB കുറയുമായിരുന്നു. അപ്പൊ ഈ മരുന്ന് നമ്മൾ കൂടെ കൊടുത്തതിന് ശേഷം അതൊരു 12 വരെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രസ് ആയിരുന്നു ഈ ഇതിന്റെ, നമ്മളെ ഈ ക്യാൻസറിന്റെ റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള സൈഡ് എഫക്ട്സിന് നല്ലൊരു മരുന്നാണ് ഈ മരുന്ന്. അതെ, അത് പറയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഏത് ടിഞ്ചറാണ്? എത്ര തുള്ളി വീതം കൊടുത്തു? അതൊരു 10 തുള്ളി വെച്ച് 2-3 നേരം കഴിച്ചായിരുന്നു, രാവിലെ ഉച്ചയുമായിട്ട്. നല്ല റിസൾട്ട് ആയിരുന്നു, അവർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. നമുക്ക് നസറുള്ള ഡോക്ടർക്ക് ഒരു നന്ദിയോടെ പറയണേ സാറേ. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ? അതെ, അമിലൈസ് എൻസൈം കൂടി വരുന്ന കേസിൽ കൊടുക്കാൻ പറ്റിയത് തന്നെയാണ്. അമിലൈസ് എൻസൈം കൂടുതലായിട്ട് വരുന്നത്. അതെ അതെ അതെ, ഓക്കെ. ഡോക്ടർ പറയും. നസറുൽ ഡോക്ടർ, ഞാൻ ക്ലാസ് കുറേ ലേറ്റായിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. നസറുൽ ഡോക്ടറെ ക്ലാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു എക്സ്ക്ലൂസീവ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും കേൾക്കേണ്ട ഒരു ക്ലാസ്സാണ്. അത് സത്യസന്ധമായി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഞാനിത് നസറുള്ള ഡോക്ടറെ ക്ലാസ് ഒരിക്കലും മിസ്സാക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഇന്ന് താമസിച്ചു പോയി, അതുകൊണ്ടാണ്. എങ്കിലും IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഈ ഡോക്ടർക്ക് നല്ല നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി ഷാജി ഡോക്ടർ. അങ്ങനെ എന്തായാലും നല്ലൊരു ക്ലാസ് ഇന്ന് നമുക്ക് ലഭിച്ചു. നസറുള്ള ഡോക്ടർ ഏത് അസുഖത്തിന്റെ ക്ലാസ് എടുത്താലും അതിന്റെ A-to-Z പറഞ്ഞിട്ട് തീരുള്ളൂ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ചിരി ട്രീറ്റ്മെന്റും കൂടെ ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് എല്ലാ ക്ലാസ്സും അങ്ങനെ തന്നെ ആക്കണം. സാറിനെ കുറിച്ച് പ്രത്യേകം നമുക്കറിയാം, സാറിന്റെ വായിൽ നിന്ന് വരുന്ന തമാശകൾ അത്ര നല്ല തമാശകളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ക്ലാസ്സിൽ ഇനി അത് ശരത് ഡോക്ടർ പറഞ്ഞ പോലെ അതും കൂടെ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. എത്രയും വേഗം അടുത്ത ക്ലാസ്സുമായിട്ടും വരണം. നമുക്ക് ഇന്ന്
നെഞ്ചരിച്ചും കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയിൽ ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത നസറുള്ള ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇത്രയും ഭംഗിയായി ഈ ഇന്നത്തെ 1565 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.